പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃദയത്തിൻ്റെ വിശാലതയെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഹൃദയത്തിന് വിശാലത ലഭിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ഹൃദയവിശാലതയുള്ള ആളായിരുന്നു. അള്ളാഹു സൂറത്തു ഇസ്രായിൽ പറയുന്നുണ്ട്, അലം നശ്റഹ് ലക സദ്റക്, നിനക്ക് നിൻ്റെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ എന്ന്. അള്ളാഹു നൽകിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. അതായത് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലും തൻ്റെ പ്രബോധന രംഗത്തുണ്ടായ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞത് അള്ളാഹു നൽകിയ ആ ഒരു ഹൃദയവിശാലത കൊണ്ട് മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ശത്രുക്കൾ മക്ക വിജയ സമയത്ത് ശത്രുക്കൾ മുന്നിൽ വന്നു നിന്നപ്പോൾ ഒരുപാട് ഉപദ്രവിച്ച ആളുകളാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരൊക്കെ മാപ്പ് നൽകി വിട്ടയച്ചത്, എല്ലാവരും സ്വതന്ത്രമാക്കി വിട്ടയച്ചതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ് കാണിക്കുന്നത്. അത് വിശ്വസികളായ നമുക്കും ഇതിലെല്ലാം ഒരുപാട് പാഠങ്ങളുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനായി വാളോങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കായ സമയത്ത് ആ ശത്രു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആര് രക്ഷിക്കുമെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹു. ആ ഒരു മറുപടി തന്നെ ആ ശത്രുവിനെ സംബന്ധിച്ച് ഭയപ്പെടുത്തിയ വാള് താഴെ വീഴുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ വെറുതെ വിടുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് തോയിഫിലേക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാഞ്ഞപ്പോൾ തോയിഫിലേക്ക് പോയപ്പോൾ, തൻ്റെ ഉമ്മയുടെ ബന്ധുക്കളാണ് തോയിഫിലുള്ളത്, അവിടെ പോയപ്പോൾ അവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൈയൊഴിഞ്ഞു. കൂടാതെ ഒരുപാട് ഉപദ്രവങ്ങൾ നടത്തി, കല്ലെറിഞ്ഞ് കുട്ടികളെ കൊണ്ടൊക്കെ കല്ലെറിയിപ്പിച്ചു. അപ്പോൾ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അവർക്കെതിരെ ശിക്ഷാ നടപടി എടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അറിവില്ലാത്തവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അങ്ങനെ ഇതിൽ നിന്നൊക്കെ വിശ്വസികളായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരെയും ഉൾക്കൊള്ളാനും ഒക്കെ, അതുപോലെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും, ക്ഷമ, വിട്ടുവീഴ്ച, സഹനം, ദയ, ഇത്തരം എല്ലാ നല്ല ചിന്തകളും നമ്മുടെ ഹൃദയത്തിലുണ്ടാവുക എന്നുള്ളതൊക്കെ നമുക്ക് ഒരു വിശ്വസികൾക്ക് വേണ്ട കാര്യങ്ങളാണ്. ഹൃദയവിശാലത ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. പ്രബോധന രംഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമായതും അതാണ്. നമ്മൾ വിചാരിക്കും ഒരുപാട് ആളുകൾ പറയുന്നതൊന്നും കേൾക്കാതെ അങ്ങനെ പരിഹാസവും കാര്യങ്ങളൊക്കെ അവരിൽ നിന്നുണ്ടാകുമ്പോഴും ഈ ഒരു വിശാലത, ഹൃദയത്തിന് വിശാലത ഉണ്ടെങ്കിൽ നമ്മളതിലൊക്കെ ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യുകയും നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനും ഒക്കെ അതുകൊണ്ട് സാധിക്കുന്നു. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ഏറ്റവും നല്ല അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.